ഈ പൂതപ്പന്നി എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലുണ്ടാവും. കറുത്ത് തടിച്ച് വലിയ തേറ്റയും ഒരാനക്കുട്ടിയെ പോലിരിക്കും. വെടിവെച്ചാ കൊള്ളില്ല, പടക്കെടുത്ത വിഴുങ്ങും. അപ്പൊ പൊട്ടില്ലേ? ഏയ് പൊട്ടില്ല. അതിന്റെ പുറത്ത് ഭൂതമാണെന്ന് പറഞ്ഞ സത്യ? ചേച്ചിയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കല്ലു പറഞ്ഞു. കല്ലു അത് ടൈസിന്റെ അന്ധവിശ്വാസാവും. ഏയ് കാടല്ലേ, കാട്ടില് ഭൂതങ്ങളൊക്കെ ഉണ്ടാവും. കഥ പറഞ്ഞിരുന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? അവൻ വന്നില്ലല്ലോടി. ഏട്ടനെ കാക്കണ്ട, ചെലപ്പോ വൈകും. എന്താ ഇന്ന് കമ്പനി വല്ലതും ഉണ്ടോ? ഗംഗാരേട്ടൻ വിളിച്ചിരുന്നു. ചെലപ്പോ പാലക്കാടിന് പോവെന്നാ പറഞ്ഞേ. ഈ ഗംഗാരേട്ടൻ ആള് വലിയ തിരുമാലിയാട്ടോ. ഇപ്പോ മാസത്തില് 2 തവണയെങ്കിലും ഉണ്ട്. എന്നാ കഴിച്ചാൻ വയറ്റി കിടക്കുവോ? മരിക്കണ വരെ അച്ഛൻ കഴിക്കണ വിവരം ഞാനല്ലാണ്ട് വേറൊരാൾ അറിഞ്ഞിട്ടില്ല. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചാലേ സമാധാനാവൂ. നിലയും വിലയും ഒന്നും നോക്കില്ല. എടോ, ഇത് എന്റെ വീട് തന്നെയല്ലേ സാർ? ഒരു നിറം മാറ്റം. നേരം കുറെ ആയല്ലേ? സോറി ഏട്ടാ, വർത്താനം പറഞ്ഞങ്ങ് ഇരുന്ന് പോയി, അറിഞ്ഞില്ല. മോശമായി. ഞാൻ പോയിട്ട് രാവിലെ വരാം സാർ. ഓക്കെ സാർ. ദാഹിക്കുന്നു ഭഗിനി കൃപാരസം. മോനെ ഏട്ടനൊരല്പം വിറ്റാ. നിനക്കറിയാവല്ലോ 2 വിട്ട ഏട്ടൻ ഹാപ്പിയാണെന്ന്. വിഷമമൊന്നുമില്ലല്ലോ? എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മയും കുട്ടികളും ഒന്നും ഉറങ്ങിയിട്ടില്ല. അവരടുത്ത് പാട്ട് കച്ചേരിക്ക് നിക്കണ്ട. മോശമായല്ലേ? ലേശം മോശമായി. ചെന്ന് കിടക്കാം. മോഹനം കുളിർ തണ്ണീരിതാശ്വതി ഏത് ഓമലേതരുതെല്ലെന്ന് അത് കേട്ടാ മനോഹരി അമ്പരന്നോതിനാ. എന്ത്? ഒന്നുമില്ല. പഠിച്ചിട്ടുണ്ടോ നീ? നിനക്ക് കുമാരനാശാൻ അറിയോ? ആശാൻ ആശയ ഗംഭീരൻ. അറിയാം. എവിടെ? നിനക്കറിയണ വള്ളത്തോൾ കവിതയല്ലേ? എനിക്കൊരു വള്ളത്തോൾ കവിത. നീ വന്നിട്ട് പോയി കണ്ടില്ലേ വള്ളത്തോൾ കവിത? ചെന്ന് കിടക്കാം. വാ. നല്ല കുട്ടിയാവള്, മിടുക്കി. നല്ലത് തന്നെയാണ്. പക്ഷേ നിന്റെ ഏട്ടത്തിയുടെ അത്രയും നല്ലതല്ല മാലു. മോളെ നീ വിഷമം വിചാരിക്കരുത്. ഏട്ടനൊരൽപ്പം കഴിച്ചിട്ടുണ്ട്. നീ ഉണ്ടല്ലോ എന്റെ ജീവനാണ്, എന്റെ പൊന്നുംകുടം. എന്തായി കാട്ടണേ? പൊന്നുംകുടത്തിനെ കൊണ്ട് പോ. പൊന്നുംകുടം തന്നെയാടാ, പൊന്നുംകുടം. അമ്മ, പൊന്നുംകുടം. അമ്മ മതി, പോയി കിടക്ക്. ഇല്ലെങ്കിൽ നല്ല അടി വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. പിടിച്ചോണ്ട് പോടി. കരഞ്ഞൊന്നും കാണിക്കണ്ട, പോ. മോനെ പോട്ടാടാ. അവിടെ നോക്കി മുറിക്കേ. അവിടെ നോക്കി തന്നെയാ മുറിക്കണേ. സാറിനെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? കഷ്ടപ്പെടുത്തിയേ? ഇതൊക്കെ ഒരു സുഖമല്ലേ ദാക്ഷായണി? പണ്ടും പാചകത്തിന് എനിക്കൊരു വാസനയുണ്ട്. വിശാലത്തിന്റെ അമ്മയുള്ള കാലത്ത് ഞാൻ തേങ്ങ ഉരുണ്ടി കൊടുക്കും, പാല് പിഴിഞ്ഞു കൊടുക്കും. അന്ന് ചെറുപ്പമല്ലേ, അതുപോലാണോ ഇപ്പോ? ഞാൻ മുറിച്ചോളാം. കൈ മുറിഞ്ഞൊന്നുമില്ലല്ലോ? എന്താ? ഇന്ന് എനിക്കൊരു 100 രൂപ കൂടി വേണം. ഈ മാസം 400 ഉറുപ്പിക ഞാൻ തന്നു. ഇല്ലെങ്കി വേണ്ട, ഞാൻ പലചരക്കടയിൽ നാരായണൻ ചേട്ടനോട് വാങ്ങിക്കാം. അവനോടൊന്ന് മിണ്ടുപോലും ചെയ്യരുത്. അവരൊക്കെ മഹാ ചീത്തയാ. വിളിക്കണോ? ആ പാവം കുട്ടി എന്തിനാ ഇങ്ങനെ പൂട്ടിയിടുന്നത്? അല്ലെങ്കിൽ പിന്നെ എങ്ങനാ? സംസാരിക്കാൻ പോലും പറ്റില്ല. ചെല്ലുന്നേ. ചെല്ലു. എന്റെ മുത്തച്ഛ, എത്ര നേരം വെച്ചാ ഞാൻ വിളിക്ക? മുത്തച്ഛ ഉമ്മർന്നിരിക്കായിരുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ പൂട്ടിയിടുന്നേ? അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വായിക്കണ സമയത്ത് മോളെ ഒരാളും ശല്യപ്പെടുത്തരുത്. അതിനാരെ എവിടെ ശല്യപ്പെടുത്താനുള്ളത്? മുത്തച്ഛ മാത്രല്ലേ ഉള്ളൂ. അതെ, എന്നാലും ഒരു ഉറപ്പ്. ഉറപ്പ്? കഷ്ടമുണ്ട്. ഗവേഷണവും തടവും എനിക്ക് മടുത്തുട്ടോ.
അവിടെ നിൽക്കാൻ എടി, അവിടെ നിൽക്കാൻ രേഖ. എടി പോകരുത്, നിന്റെ തലയോട് ഞാൻ സമാധാനം പറയണം. എന്റെ രഘുവേട്ടാ, ഈ നരകത്തിൽ നിന്ന് കുറച്ചു എന്താ ഈ കാര്യം? വാ പറയാം. രേഖ, എടാ രഘു നിർത്തടാ. എടാ, എടാ, നിർത്താ രഘു. രേഖ, ലേഖ ഇറങ്ങ. ഇനി വേണമെങ്കിൽ രഘുവിന് പോകാം, അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് സംസാരിച്ചിട്ട് പോവാം. ഇല്ല, ഞാൻ പോണു. ഇറങ്ങിട്ട് പോയാ മതി. ഞാൻ നെല്ലിയാമ്പതിക്ക് പോണ വഴിയാ. സന്ധ്യക്ക് മുമ്പ് എത്തണം. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ രഘുവേട്ട ഇറങ്ങാതെ പോവില്ല. ലേഖയ്ക്ക് 10 വയസ്സുള്ളപ്പോ തന്ത ഉപേക്ഷിച്ചു പോയതാ. ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആരുടെ മുന്നിലും തല ഉനിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ മംഗളത്തുകാര് അടുത്ത ബന്ധുക്കളാണ്, ലക്ഷപ്രഭുക്കളാണ്. ഇന്നേ വരെ നിന്റെയോ ഹരിയുടെയോ നിന്റെ അച്ഛന്റെയോ അടുത്ത് 10 പൈസ ചോദിച്ച് ഞാൻ വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഇവൾക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. നാളെ എന്നെപ്പോലെ ഒരു ഗതി ഇവൾക്ക് വന്നാലും ജീവിക്കണ്ടേ? എന്റെ അമ്മായി, ഞാൻ ഇവളെ ഉപേക്ഷിച്ചു പോകുന്നാണോ അമ്മായി വിചാരിക്കണേ? മനുഷ്യന്മാരുടെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് രഘുവിന് വരാം, അവളെ കാണാം, പോകാം. പക്ഷേ അവളുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തരുത്. പ്രൊഫസർ കുമാരപിള്ള സാർ പറയും ഗവേഷണം ഒരു തപസ്സാണെന്ന്, അല്ലേ? കറക്റ്റ്. ആ തപസ് ഇളക്കാതിരിക്കാൻ നോക്കുക. നിങ്ങൾ രണ്ടാളും പഠിച്ചിരുന്ന കാലത്ത് ഞാൻ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നില്ലല്ലോ. ഉവ്വോ? അല്ല വിശാലം, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ? നോക്കണ്ട, ഞാൻ പറയാനുള്ളത് പറയും. അതെ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇവൾ എന്റെ പെണ്ണാണെന്ന്. പിന്നെന്താ പറയാൻ? എന്തേ? ഞാൻ പോണു. കാപ്പ് കുടിച്ചിട്ട് പോവാ. വേണ്ട. രഘുവേട്ട, ഞാൻ പറയണത് കേൾക്ക്. കേൾക്കണ്ട. ഈ ഗവേഷണം എന്ന് പറയണത് കൊടും തപസ്സാണ്. വിശ്വാമിത്രന്റെ മുമ്പിൽ മേനകയെ പോലെ ഞാൻ വന്ന് ഡാൻസ് ചെയ്താല് മനസ്സിളകും. പോയി തപസ്സി. രഘുവേട്ട, ഞാൻ